പോകാണോ വണ്ടിയൊക്കെ വരുന്ന ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. വാഗമണ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭംഗിയിലുള്ള തേയിലത്തോട്ടം കാണാൻ കഴിയുക പുള്ളിക്കാനത്താണ്. പൊളി സ്ഥലം മോനെ, പൊളി സ്ഥലം. മഴമേഘങ്ങളൊക്കെ പറന്ന് നീങ്ങി പോകുന്നത് കാണാം. ഞങ്ങൾ രണ്ടും അല്ലാതെ വേറെ ഒറ്റയൊരു മനുഷ്യരില്ല കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മറ്റു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു മൺസൂൺ യാത്ര കേട്ടോ. നമ്മളിപ്പോൾ തൊടുപുഴയിലെ കാഞ്ഞാറിൽ നിന്ന് നമ്മൾ വാഗമണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ആദ്യത്തെ ഒരു വാട്ടർഫാളാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് വാട്ടർഫാളിൽ നല്ലപോലെ വെള്ളമൊക്കെ ആണെങ്കിൽ ഒഴുകി വരുന്നത് കാണാൻ പറ്റും. നമ്മുടെ കൂടെ ആണെങ്കിൽ നമ്മുടെ അനിയനാട്ടോ, സംഗീതാണ് ഉള്ളത്. ഇത് കായിക പറയടാ. വാഗമണ് പോകുന്നവർക്കുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. TTPC കൊടുത്തിരിക്കുന്നതാണ്. അവിടേക്കാണ് ഈ ബോർഡ് ഇറങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് കണ്ടോ, കത്തി കിടക്കണം കേട്ടോ. ഫുള്ള് കത്തിപ്പോയി. ഇപ്പോഴാണെങ്കിൽ കോടമഞ്ഞ് കയറി അടിപൊളിയായി. എന്താ രസം. ഫുള്ള് കോടമഞ്ഞ് കോടമഞ്ഞ് കോടമഞ്ഞ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുള്ളിക്കാനത്തിനൊക്കെ മുന്നേ ആയിട്ട് കുറേ മലയാള സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന എസ് ബെൻഡിൻ്റെ കുറച്ച് മുന്നിലായിട്ടാണ്. അപ്പോൾ എസ് ബെൻഡ് വരുന്നത് ആ കാണുന്ന മല കേട്ടോ. ആ കാണുന്ന മലയുടെ താഴെയായിട്ടാണ് എസ് ബെൻഡ് വരുന്നത്. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മഴ ആയതുകൊണ്ട് ഈ കാണുന്ന പുൽമേടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുവാണ്. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ വന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇതൊക്കെ ഫുള്ള് ഡ്രൈ ലാൻഡ് ആയിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന മലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. നല്ല രസം. അങ്ങനെ പോയി പറന്ന് പോകണം കേട്ടോ. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇല്ലിക്കല്ല്. വണ്ടി എടുക്കടാ പെട്ടെന്ന്. നമ്മളിപ്പം പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ അവിടെയാണുള്ളത്. നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോൾ നമുക്ക് വാഗമണ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭംഗിയിലുള്ള തേയിലത്തോട്ടം കാണാൻ കഴിയുക പുള്ളിക്കാനത്താണ്. ഇപ്പം നമ്മുടെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണെങ്കിൽ മാനേജേഴ്സ് ബംഗ്ലാവാണ്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുവാണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ. അതിൻ്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലോ നല്ല കളറിൽ പൂവൊക്കെ പൂത്ത് നിറച്ച് നിൽക്കുക കേട്ടോ. അതുകൊണ്ടോ കാണുന്ന എല്ലാം തേയിലപ്പണിക്കാരുടെ ലയങ്ങളാണ് ഈ കാണുന്നത്. നമ്മളിപ്പം പുള്ളിക്കാനം എൻട്രി ചെയ്യാൻ പോവാണ്. റോട്ടിൽ കൂടെ ഒക്കെ പശുക്കളൊക്കെ ആണെങ്കിൽ നടക്കുന്നത് കാണാം. കാഞ്ഞാറിന്ന് കയറി വരുന്ന വഴിയാണിത്. ഈ വഴി വന്ന് കയറുന്നത് ഈ കാണുന്ന വഴി മൂലമറ്റത്തുനിന്ന് വരുന്ന വഴിയാട്ടോ. മൂലമറ്റത്തുനിന്നും കാഞ്ഞാറിന്നും ഉള്ള വഴി രണ്ടും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്നത് പുള്ളിക്കാനത്ത് വെച്ചിട്ടാണ്. എന്നിട്ട് ഒറ്റ വഴിയായിട്ട് പോവാം. ഇപ്പം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ഫാക്ടറി ആണോ. വാഗമണ്ണിൽ നിന്ന് മൂലമറ്റം വഴി തൊടുപുഴ പോകുന്ന ആനവണ്ടി. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുണ്ടല്ലോ, ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നല്ല കിടുക്കനായിട്ടൊരു പള്ളി കാണാൻ പറ്റും. തേയിലത്തോട്ടത്തിന് നടുവിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് കാണാൻ. രാത്രി ആണെങ്കിൽ ഉണ്ടല്ലോ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴല്ലോ കിടുക്കനാ.
നല്ല ഭംഗിയില്ല. തേയിലത്തോട്ടത്തിൻ്റെ ഒറ്റ നടുവിലായിട്ട് 2 മരങ്ങളുടെ നടുവിലായിട്ട് ഉള്ള വീട്. മാനേജറിൻ്റെ ബംഗ്ലാവാന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ലേയങ്ങളാട്ടോ. ഈ കാണുന്നതാണെങ്കിൽ ചെറിയൊരു ലേക്ക് ആട്ടോ, കുട്ടി ലേക്ക്. കുറച്ച് ഏരിയ ഉള്ളൂ, എന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. ആ കാണുന്ന മഴയുടെ മേളിൽ നിന്ന് വെള്ളം ഒഴുകി ചെറിയ അരുവിയായിട്ട് വന്ന് ഇതിൻ്റെ അകത്തേക്ക് വന്ന് ചാടുന്ന കേട്ടോ. നല്ല രസം, കുഞ്ഞ് ലേക്ക്. നമ്മൾ ഇത്ര നേരം വന്ന വഴി അത്രയ്ക്ക് നല്ല വഴിയൊന്നുമല്ല, സാധാ രീതി ചെയ്ത ടാറിട്ട വഴിയാണ്. ഇപ്പോഴായപ്പോൾ നമ്മൾ കോട്ടേജിലെ കയറിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നല്ല റബ്ബറൈസ് റോഡാണ്. പിന്നെ ആ കിടക്കൻ റോഡാന്ന് നോക്കിയാൽ മഴ പെയ്തതിൻ്റെ ലക്ഷണം കേട്ടോ. മൺസൂണായി കഴിഞ്ഞാൽ പിന്നെ മലയെക്കൂടെ സൈഡിൽ കൂടെ ഒക്കെ ആണെങ്കിൽ ഫുള്ളിങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ പുതിയതായിട്ട് തുടങ്ങിയ റിസോർട്ടുകളാട്ടോ. പിന്നെ വാഗമൺ വന്നു കഴിഞ്ഞാൽ ഏത് മലയുടെ തുഞ്ചത്തും ഇഷ്ടം പോലെ ഹോം സ്റ്റേയും റിസോർട്ടുകളും ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യൂ കാണാൻ പറ്റുമേ, കാണിച്ചു തരാം. വലിയ കൊക്കയാട്ടോ താഴോട്ട്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണ് വരുന്ന റോഡ് കാണാൻ പറ്റും. ആ നേരെ ഇങ്ങനെ ആ മലയുടെ സൈഡിൽ കൂടെ വളഞ്ഞാണ് പോകുന്നത്. ഇപ്പം ഫ്രണ്ടിലാണെങ്കിൽ ഫുള്ള് ഫോഗ് കയറിയേക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് ക്യാമറ കാണാൻ കഴിയില്ല. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ള പൊട്ട് പോലെ പോകണം കേട്ടോ. ഇതാണ് ആ വഴി കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വാഗമൺ ടൗണിലോട്ട് എൻ്റർ ചെയ്യുവാണ്. നല്ല തണുപ്പായിട്ടോ. ഓട കയറി പൊതച്ചു. ഒരു ചെറിയൊരു ചാറ്റൽ മഴ കഴിഞ്ഞു. മഴ കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കാഴ്ച കേട്ടോ. ടൗൺ ആണെങ്കിൽ കോട കയറിയേക്കുവാണ്. നമുക്ക് തീരെ വിസിബിലിറ്റി ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. പൊളി. എന്നാ പോകാണോ, വണ്ടിയൊക്കെ വരുന്ന ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. ബിയോണ്ട് ഫൈൻസ് ഇതൊക്കെ റിസോർട്ടുകൾ കേട്ടോ. നമ്മളിപ്പോൾ വാഗമൺ മൊട്ടക്കുന്നൊക്കെ കഴിഞ്ഞ് വരാറ്റുമേട് നമ്മൾ കാണാൻ പോവുകയാണ്. കോടമഞ്ഞ് കയറി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എത്രമാത്രം അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൽ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന റോഡ് പാലൊഴുകും പാറ റോഡാണ്. മഞ്ഞ് കുറച്ച് കുറഞ്ഞു, നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് വിസിബിലിറ്റി ഒക്കെ ആയി. നമ്മളിപ്പോൾ പാലൊഴുകും പാറ വാട്ടർഫാളിൻ്റെ അവിടെയാണ്. നമ്മുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. മഴയൊക്കെ പെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, നല്ല രീതിയിലാണ് വെള്ളം ചാടി വരുന്നത്. നല്ല ഭംഗിയാട്ടോ കാണാൻ. ശരിക്കും പാലൊഴുകി വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പതഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ വശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പൊക്കെ ആയി നിൽക്കുവാണ്. നല്ല മഴമേഘം കയറി നിൽപ്പുണ്ട്, എപ്പോൾ വേണേലും മഴ പെയ്യാം. നമ്മൾ ഇനി പോകുന്ന വരാറ്റുമേട് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ ഈ കാണുന്ന മലയുടെ മേളിലാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് പോകാം. അപ്പോൾ ആ കോൺക്രീറ്റ് വഴി കണ്ട് അവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. എന്തായാലും ഇവിടെയൊക്കെ വണ്ടി കാണുന്നുണ്ട്. ഇത് തന്നെ. അപ്പോൾ അങ്ങോട്ട് ഒറ്റ വണ്ടി പോകില്ല കേട്ടോ. ഓഫ് റോഡ് ബൈക്ക് പോലും പോകില്ല. ഇത് കണ്ടോ, മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കുത്തി ഒലിച്ച് പോയിട്ട് വഴിയെല്ലാം പോയി കിടക്കുവാണ്. ഉണ്ടോ? അപ്പോൾ നമ്മൾ വണ്ടി താഴെ പാർക്ക് ചെയ്തു.
നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഉണ്ടോ നടക്കാൻ? ഒത്തിരി ഉണ്ടോ? ആയിക്കോട്ടെ. പെരക്കണൊക്കെ പെരക്കാണ് കേട്ടോ. ഇപ്പോൾ സമയം 4:40. നമ്മൾ മേളിലെത്തുമ്പം എത്ര മണിയാവും നോക്കാം. നമ്മളിപ്പോൾ ഇത്രയും വെച്ച് കണ്ടതിൽ നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് മാത്രമേ അത്രയും വഴി പോയിട്ടുള്ളൂ അല്ലേ? വെള്ളമൊലിച്ച്. ഇതൊക്കെ നല്ല പ്ലെയിൻ വഴിയാണ്, സാധാ വണ്ടി ആയാലും പോവും. പേരക്കൊക്കെ പറിച്ചോണ്ട് വരുന്നുണ്ട് ചേർക്കാൻ. വിഷമടിക്കാത്ത പേരയ്ക്കാ. നമ്മുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തോടിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന ഈ തഴയില്ലേ, ഈ പണ്ട് പായൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന തഴ, ആ തഴയാണെന്നുണ്ടെങ്കിൽ കായ്ച്ച് നിൽക്കുവാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ചക്കയൊക്കെ അല്ലേ, ചക്കയൊക്കെ പോലെ ഒരു ഷേപ്പിലാണ്. നമ്മളീ പോകുന്ന വഴിക്കുള്ള പേരയാണെങ്കിൽ എല്ലാം പഴുത്ത് നിൽക്കുക. അതെ, ഇതേക്കൂടെയൊക്കെ പഴുത്ത് നിൽക്കുക കേട്ടോ. പരാട്ടുമേട് കാണാൻ പോകുന്നവരെന്തായാലും വിശന്ന് ഇരിക്കേണ്ട വരികയല്ല. പോകുന്ന വഴിക്കാണെങ്കിൽ ഇഷ്ടം പോലെ പേരയൊക്കെ ആണെങ്കിൽ നിറച്ച് പഴുത്ത് നിൽക്കുവാണ്. ആവശ്യമുള്ളവർക്കൊക്കെ പറിച്ച് കഴിച്ച് പോവാം. അടിപൊളി. ഇപ്പം നമ്മളൊരു വളവ് കഴിഞ്ഞ് തിരിഞ്ഞു വന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ താഴത്തെ. നമ്മുടെ നേരെ ഈ താഴെ കാണുന്ന എല്ലാം തേയിലത്തോട്ടം കേട്ടോ. അങ്ങ് മലയിലൊക്കെ തേയില നിൽക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ നടുവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂക്കാലി മരം അങ്ങനെ എന്തോ മരമാണ് നിൽക്കുന്നത്. അത് അത്ര ക്ലിയർ ആയിട്ട് അതെന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. നമ്മൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് നടന്നുകൊണ്ടേ നല്ലപോലെ ആവിയെടുത്തു. റെയിൻ കോട്ടൊക്കെ മാറ്റി. നല്ല രസമല്ലേ കണ്ടുകഴിഞ്ഞാൽ. നമ്മൾ ഈ ഹിമാലയൻ പോപ്പീസിനൊക്കെ പോലെയുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ നല്ല പഞ്ഞായിട്ടിരിക്കും. നമ്മൾ വഴി തെറ്റി അപ്പോൾ തിരിച്ച് കയറ്റം കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ വന്ന വഴിയിൽ നിന്ന് കുറച്ച് മുന്നേന്ന് താഴേക്കൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴി വേണം പോകാൻ. ഞങ്ങൾ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ നടന്നൊരു എഫക്റ്റ് പോലും ഇല്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു വീട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു മേളിൽ നിന്ന് തിരിഞ്ഞു പോകണമെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുക. തേയിലച്ചെടിയുടെ കായ കേട്ടോ. ഒരു പറമ്പിൽ നിൽക്കുന്നതാണ്. അത് ചാമ്പങ്ങ, പനിനീർ ചാമ്പങ്ങ. ശരിക്കും നമുക്ക് പോകാനുള്ള വഴി ഇതാട്ടോ, ഈ കാണുന്ന കേട്ടോ. കടകൾ കാണാൻ പറ്റും, ഒരു കട, പിന്നെ അവിടെ ഒരു കട കാണാൻ പറ്റും. ഈ കാണുന്ന വഴി വേണം പോകാൻ. നമ്മൾ നേരത്തെ പോയ വഴി നമുക്ക് തെറ്റിപ്പോയി. ഒരു 20 മിനിറ്റ് മിച്ചം നമുക്ക് നഷ്ടമായി. ഇതാണ് ഗൈസ് വഴി. ഫുള്ള് ചെളിക്കുണ്ടാട്ടോ. നമുക്ക് നടന്ന് തന്നെ പോകാൻ വലിയ പാടാണ്. ഇതിലെങ്ങനെ ബൈക്കിങ് കൊണ്ടൊക്കെ പോകണമെന്ന് അറിയില്ല. പോകുന്നവരെന്തായാലും സമ്മതിക്കണം. അപ്പോ തണുപ്പുണ്ടാ. നമ്മളൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ക്ഷീണമൊക്കെ അകറ്റി നമ്മൾ വീണ്ടും അടുത്ത കുത്തനെയുള്ള വഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കല്ലുപാകി വഴിയാട്ടോ. അതുകൊണ്ട് അധികം തെന്നാൻ ചാൻസ് ഇല്ല. അമ്പോ കുത്തനെയുള്ള വഴി. അമ്പോ റോഡ് നോക്കിയേ. ഇത്രയും വഴി വലിയ പ്രശ്നമില്ലായിരുന്നു. അതെ, കല്ലും കൂട്ടമാണ്. വലിയ പാറകളാട്ടോ നിൽക്കുന്നത്. ജീപ്പ് കയറുമായിരിക്കും. പിന്നെ ഈയിടത്തെ നല്ല മഴയും കൂടെ പെയ്തപ്പോഴേ ചെറിയ കല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കാണും. വേർത്ത് കുളിച്ചു. ഇപ്പോൾ സമയം 5:30 വലിയ കല്ലും കൂട്ടം കണ്ട വഴി കഴിഞ്ഞ് ഒരു ചെറിയൊരു ലെവലായിട്ടുള്ള സ്ഥലമാണ്. ചെറിയ കട പോലെ എന്തോ കാണുന്നുണ്ട്. ഇപ്പോൾ കടകളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു മല തുടങ്ങുവാണ്. നിരന്ന സ്ഥലം കേട്ടോ. ജീപ്പൊക്കെ പോകുന്ന ട്രാക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് കേട്ടോ. നമ്മൾ ഏകദേശം ഇതിൻ്റെ മുകളിലായല്ലോ. നമ്മൾ വഴി തെറ്റിപ്പോയില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പം ആ സ്പോട്ടിൽ ഓൾറെഡി എത്തിയേനെ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല തണുത്ത കാറ്റാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ പാലൊഴുകും പാറ,
വാട്ടർഫാളിൻ്റെ അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ആ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ മഴക്കാർ കീറി നിൽക്കുവാണ്. ആ സൈഡിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും നല്ലപോലെ കാർമേഘം കയറി നിൽക്കുവാണ്. നമ്മൾ മിക്കവാറും ഇന്ന് നനഞ്ഞ് കുളിക്കും. ഇതുകൊണ്ടോ ഇവിടെ നിൽക്കുന്ന പേരയ്ക്ക കണ്ടോ, എന്തോരം പേരയ്ക്ക നോക്കി. മൂത്താണത് കേട്ടോ, നിറച്ച് നിൽക്കുവാണ്. ഇവിടെ നിന്ന് ആർക്കും വേണ്ടാന്ന് തോന്നുന്നു. ചെറിയ പേരയ്ക്കാണെങ്കിൽ മധുരമുണ്ട്. കുറ്റി കുറ്റിയായിട്ട് നിൽക്കുന്ന മുഴുവൻ പേരയാണ്. പേരയാണെങ്കിൽ നിറച്ച് കായ്. ഇപ്പോൾ നമ്മൾ പറിച്ചൊരു പേരയ്ക്ക കേട്ടോ, ഉണ്ടോ, അടിപൊളി, നല്ല പഴുത്ത് നിൽക്കുമായിരുന്നു. നല്ല ചുവന്ന പേരയ്ക്ക. പാലൊഴുകും പാറ വാട്ടർഫാളിൻ്റെ വ്യൂ കണ്ടു തുടങ്ങി. നമുക്ക് ഈ കാണുന്ന ടോപ്പ് പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും. മേളിൽ ചെന്ന് കഴിയുമ്പം എത്രമാത്രം വ്യൂ കാണാൻ കഴിയുമെന്നറിയില്ല. മഴയായതുകൊണ്ട് സമയം 5:40 നമുക്ക് അത് വ്യൂ ഒന്ന് കാണാൻ പറ്റിയിട്ട് മഴ പെയ്താലും കുഴപ്പമില്ലായിരുന്നു. എന്തായാലും പോയി നോക്കാം. ഇച്ചിരി റിസ്കി ട്രെക്കിംഗ് ആണ്. അതും നമ്മൾ ടോപ്പായിട്ടുള്ളൊരു ഏരിയയിലാണ് പോകുന്നത്. ലൈറ്റിനിങ് അറസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇടി വന്നാൽ സ്ട്രെയിറ്റ് നമ്മൾ തന്നെ ആയിരിക്കും പിടിക്കുന്നത്. വാട്ടർഫാളിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ താഴേന്ന് വാട്ടർഫാൾ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. മഴ തുടങ്ങി. റെയിൻകോട്ടൊക്കെ ഞങ്ങൾ ഇട്ടു. കോടമഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ മലയിലൊക്കെ ആണെങ്കിൽ കയറി തുടങ്ങി. നല്ലപോലെ ആയി തുടങ്ങി കോടമഞ്ഞ്. കുറച്ചൊന്ന് നമുക്ക് ആ വ്യൂ ഒന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ. സൈഡിലാണെങ്കിൽ കോടമഞ്ഞിങ്ങനെ പറന്ന് പോവാട്ടോ. വാട്ടർഫോൾ ആണെങ്കിൽ നമുക്ക് സൈഡിൽ കാണാം. ആയി മഞ്ഞ് കയറി വരുന്നു. ഞാൻ പെട്ടെന്ന് നമ്മുടെ വലതുവശത്തെ വ്യൂ കാണിക്കാം. വലതുവശത്ത് നമുക്ക് കാണാൻ കഴിയുക നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടമാണ് കാണാൻ പറ്റുക. തേയിലത്തോട്ടത്തിന് നടുവിലൂടെയാണെന്നുണ്ടെങ്കിൽ വഴിയൊക്കെ പോകണം കാണാൻ പറ്റും. വളഞ്ഞുള്ള വഴികൾ. ഇനി അവിടെ കുറേ വീടുകൾ കാണാം. ചെറിയ എന്തൊരു ടൗൺ പോലെ ഏരിയ. അതിൻ്റെ സ്ഥലമൊന്നും നമുക്കറിയില്ല. മുന്നിലുള്ള പോർഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോട കയറി വന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പം നമ്മുടെ അടുത്തെത്താറായിട്ടുണ്ട് കോടമഞ്ഞ്. നിന്റെ പുറകെ മുഴുവൻ കോടമഞ്ഞ് നോക്ക്. വലിയ മഴ പെയ്യാതെ നമ്മളിപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുവാണ്. ഇപ്പം നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് മഴമേഘം നീക്കിക്കൊണ്ട് പോകാൻ തോന്നുന്നു. എന്തായാലും നല്ലപോലെ കോടയും മഴമേഘങ്ങളൊക്കെ ആണെന്നെങ്കിൽ ഇങ്ങനെ പറന്ന് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. നല്ല രസം കേട്ടോ, ഇതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ പറന്ന് പോകുന്ന കാഴ്ച കാണാൻ വേണ്ടി. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ മോനെ അമേസിങ് പോലെ അമേസിങ്. നമ്മുടെ നേരെ താഴെയാണെന്നുണ്ടെങ്കിൽ നേരെ മുന്നിലാണെന്നുണ്ടെങ്കിൽ വാട്ടർഫാൾ കാണാൻ പറ്റും. പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നമ്മുടെ പൈൻ ഫോറസ്റ്റ് കാണാൻ പറ്റും. നിറച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ആണെങ്കിൽ ഫുള്ളാണെങ്കിൽ പുല്ലും അതിൻ്റെ ഇടയ്ക്കൂടെ കല്ലുകളും പിന്നെ കുറേ പശുക്കളൊക്കെ ആണെങ്കിൽ പുല്ലൊക്കെ മേഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും. അമ്പോ കിട്ടും ആംബിയൻസ്. അതിൻ്റെ കൂടെ നല്ല കോടമഞ്ഞും കൂടെ. ഞങ്ങൾ രണ്ടും അല്ലാതെ വേറെ ഒറ്റയൊരു മനുഷ്യരില്ല കേട്ടോ ഈ പോയിന്റിൽ. ഞങ്ങൾ രണ്ടുപേരും പിന്നെ കുറേ പശുക്കളുമാണ് ഇപ്പോൾ ഉള്ളത്. ഓ പൊളി 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 പൊളി. വാഗമണ്ണൊക്കെ പോയാൽ കിട്ടുമോ ഈ വൈബ്? സ്പോട്ടിലും തിരക്ക്, റോഡിലും തിരക്ക്, എന്നാ തിരക്കാ, ഒരു രക്ഷയില്ല. ആ ചെരുവിലൊക്കെ കുറേ വീടുകളുണ്ട്. അപ്പം നമ്മളിപ്പം പോകുന്നത് ഒരു സെൻറ്ററിലൊരു മലയാണ്. ആ മലയുടെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ സൈഡിലും മല കാണാൻ പറ്റും, അതേപോലെ അപ്പർ സൈഡിലും മല കാണാൻ പറ്റും. മഴമേഘങ്ങളൊക്കെ പറന്ന് നീങ്ങി പോകുന്നത് കാണാം. എങ്ങനെയാ സംഗീത സ്ഥലം? ആ കോടയും കൂടെ വന്നപ്പോഴാണ് ചുമ്മാ തള്ളുന്നതല്ല കേട്ടോ, കിട്ടുന്ന പോലെ കിട്ടും സ്ഥലം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. എന്തായാലും പൊളി സ്ഥലം. നമ്മൾ വൈകുന്നേരം കൂടെ എത്തിയത് കൊണ്ട് വെയിലും ഇല്ല, നല്ല തണുപ്പും
പശുക്കളെയാണെങ്കിൽ മേഞ്ഞ് നടക്കുന്നു, പുല്ലൊക്കെ മേഞ്ഞ്. നമ്മളേതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന പോലെയാണ് പശുക്കൾ നമ്മളെ തുറിച്ചു നോക്കുന്നത്. കയറൊന്നുമില്ല, ഇനി ഇവിടുത്തെ പശുക്കൾക്കൊന്നും കയറൊന്നും കാണിയല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത് പോയി കുത്തു മേടിക്കാതെ മാന്യമായി നമുക്ക് ഏതെങ്കിലും സൈഡിൽ കൂടെ പോവാം. പൊളി സ്ഥലം മോനെ, പൊളി സ്ഥലം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നതാണ് ഈ വരാട്ടുമേടിന്റെ ടോപ്പ് പോയിന്റ്. ഇവിടുന്ന് നമ്മൾ വന്ന് കുറച്ച് പശുക്കളെ കണ്ട് ആ ഏരിയ കാണാൻ പറ്റും. പിന്നെ ടോപ്പ് പോയിന്റ് താഴേക്ക് കയറിയ നമ്മളിപ്പോൾ ഇറക്കത്തിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല കാറ്റാണ്, നല്ല കിടുക്കൻ തണുപ്പും. എന്തായാലും മഴയില്ല കേട്ടോ, അതുകൊണ്ടൊരു ആശ്വാസം. നോക്കി മഴമേഘമാണെങ്കിൽ നീങ്ങി പോണ കണ്ടോ. അമ്പോ എന്താ രസം. വരാട്ടുമേടിൻ്റെ ലാസ്റ്റ് എൻഡ് വന്നിരിക്കുകയാണ്. നമ്മള് വാഗമണിന്ന് വന്ന ഏരിയ ആട്ടോ കാണുന്നത്. അപ്പം വാഗമണിന്ന് വന്ന ആ ഏരിയയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ നേരെ ഫ്രണ്ടിൽ കാണുന്ന ആ റോഡ് കണ്ടു, ആ റോഡിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനെ വന്ന് ഇതിലെ വട്ടം കറങ്ങി ഇറങ്ങി ഇങ്ങനെയാണ് വന്നത്. മഴ ചതിക്കാതെ നമ്മൾ രക്ഷപ്പെട്ടു. തിരിച്ചിറങ്ങി പോവാണ്. ഇപ്പൊ സമയമാണെന്നുണ്ടെങ്കിൽ 6:18 ആയിരിക്കുകയാണ്. പശുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീട്ടിലേക്ക് പോകാൻ തോന്നും. നമ്മൾ പശുക്കളെ കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. പശുക്കളെല്ലാം ഇപ്പം മുന്നോട്ട് മല ഇറങ്ങി തുടങ്ങി. ആ പശുവാണെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ട് തന്നെയാണ്. ഇവിടെ വന്നേരോ പ്ലാസ്റ്റിക് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് കാട്ടിക്കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞിട്ടേക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വരാട്ടുമേടിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായി വെച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റ് വീഡിയോസ് കാണാം. ബൈ ബൈ.